2001 അതിനു മുമ്പ് തന്നെ എനിക്ക് സ്റ്റൊമക്ക് സംബന്ധമായ ഒരുപാട് രോഗം ഉണ്ടായിരുന്നു. അത് കൂടിക്കൂടി 2001 ആയപ്പോഴത്തേക്ക് ഇച്ചിരി കൂടിപ്പോയി. വലിയ കുഴപ്പമൊന്നുമില്ല, വലിയ രോഗമൊന്നുമല്ല, ക്യാൻസർ ആവുന്നേ ഉള്ളൂ. ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോൾ ഇതിന് മരുന്ന് തുടങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഞാൻ വീണുപോയി. ഞങ്ങളുടെ കാഞ്ഞിരപ്പള്ളി രൂപതയുടെ എൻ്റെ അഭിമന്യ പിതാവിൻ്റെ അവരൊക്കെ ഒത്തിരി പ്രാർത്ഥനയും കിട്ടിയത്. അപ്പൊ അവര് രൂപതയുടെ പ്രീസ്റ്റ് ഹോമിൽ ഈ മരിക്കാറായിട്ട് കിടക്കുന്ന അച്ഛന്മാര് കിടക്കുന്ന സ്ഥലമുണ്ടല്ലോ, ചെറുപ്പത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, അതാണ് ഞങ്ങളുടെ പ്രീസ്റ്റ് ഹോം. പ്രീസ്റ്റ് ഹോമിന്റെ ഒരു മുറി എനിക്ക് തന്നു. അപ്പൊ ഹല്ലേലൂയ 5 മാസം, അതായത് ഫെബ്രുവരി മാസം മുതൽ ജൂൺ മാസം അവസാനം വരെ, ജൂൺ മാസം 16-ാം തീയതി വരെ, അത്രയും തീയതി വരെ ഞാൻ അവിടെ കിടന്നുപോയി. ഒരു 3-4 മാസത്തോളം കംപ്ലീറ്റ്ലി എനിക്ക് എഴുന്നേക്കാൻ പോലും പറ്റത്തില്ലായിരുന്നു. മരുന്നൊക്കെ വന്നിട്ട് അങ്ങ് തളർന്നുപോയി. തളർന്ന് നമ്മുടെ ശരീരമൊക്കെ ശോഷിച്ചു പോയി. അന്ന് എൻ്റെ ശരീരത്തിന്റെ വെയിറ്റ് ഒക്കെ ഒത്തിരി കുറഞ്ഞു. ഏതാണ്ട് 39, 40, 41 kg. അതുപോലെ ശരിക്കും തീർന്നു. അപ്പൊ എൻ്റെ ബന്ധുക്കളും സ്നേഹിതരും എൻ്റെ എല്ലാവരും രൂപത മുഴുവൻ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ രക്ഷയില്ല. അപ്പോൾ എനിക്ക് ഒത്തിരി സങ്കടമാണ്. പക്ഷെ ആ സമയത്തൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ എന്നും സൂക്ഷിക്കുന്ന ഒരു കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിന്റെ എൻ്റെ ശക്തി മറ്റൊന്നുമല്ല, പരിശുദ്ധ കുർബാനയാണ്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ ഭക്ഷണം വളരെ കുറച്ചേ കഴിക്കാറുള്ളൂ, അന്നും ഇന്നും എന്നും. പ്രൈസ് ദി ലോർഡ്. ക്ഷീണമൊന്നുമില്ല കേട്ടോ. ശ്രമത്തിൽ പറഞ്ഞേ ഹല്ലേലൂയ. മണിക്കൂറുകൾ ശുശ്രൂഷയാണ്. പക്ഷെ എനിക്ക് കുർബാന ചെല്ലിയില്ലെങ്കിൽ താമസിക്കുന്നവർ എൻ്റെ ശരീരത്തിൽ വിറയലുണ്ടാവും, വേറെ ഒരു ക്ഷീണം വരും. കുർബാന സ്വീകരിച്ചില്ലെങ്കിൽ ഭയങ്കര ഡള്ളാവും, ഭയങ്കര ക്ഷീണം. ഒരു ക്ലാസ് വചനം അറിയാൻ കുർബാന ഇല്ലെങ്കിൽ ഈ കുർബാന ഞാൻ എടുക്കും. അപ്പൊ ഞാൻ കിടക്കപ്പോ അങ്ങനെ പ്രീസ്റ്റോമി കിടക്കുമ്പോൾ പോലും ഞാൻ അവിടെയുള്ള ആളുകൾ സിസ്റ്റേഴ്സ് ഉണ്ട്, അവിടെ വർക്ക് ചെയ്യുന്നവരുണ്ട്, അവരോട് ഞാൻ പറയും എൻ്റെ കട്ടിലിന് മുന്നിൽ ഒരു ടീപ്പോയിൽ നിങ്ങൾ എന്തെങ്കിലും നിങ്ങൾ കുർബാനയ്ക്ക് ഒന്ന് ഒരുക്കി വെക്കണം. അപ്പൊ അവരിങ്ങനെ കുർബാനയ്ക്ക് ഇങ്ങനെ ചെറിയ മേശപ്പുറത്ത് ഇപ്പൊ കട്ടിലേക്ക് കിടന്നുകൊണ്ട് എഴുന്നേറ്റിങ്ങിരിക്കും. അപ്പോൾ ചില സമയത്ത് എഴുന്നേക്കാൻ പറ്റുമ്പോൾ അവിടുത്തെ ബോയ് വന്നിട്ട് അവൻ എൻ്റെ അടുത്തിരുന്നിട്ട് അവൻ എൻ്റെ അവൻ വട്ടം ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനവിടെ വിറച്ച് പിടിച്ച് ഞാൻ ഈ കാസയും പിലാസയിൽ വെച്ച് ഞാനവിടെ ഇതിനു മുന്നിരുന്നുകൊണ്ട് ഞാൻ ബലി അർപ്പിക്കും. അവിടുന്ന് കുർബാന അർപ്പിച്ചിട്ട് ഞാൻ കുർബാന ഭക്ഷിക്കും. അങ്ങനെയായിരുന്നു ഞാൻ പല ദിവസങ്ങൾ. തീർത്തും വയ്യാത്തപ്പം പിന്നെ അല്പമൊക്കെ എഴുന്നേറ്റ് നടക്കാറാകും. അതൊക്കെ നടന്ന് ചാപ്പലിൽ പോവും. ആൾക്കാരുടെ മുമ്പിൽ കൊണ്ടൊരു കസേര ഇരുന്നുകൊണ്ട് ഞാൻ കുർബാന ചൊല്ലും. എനിക്കൊന്നും ചെയ്യാൻ പറ്റും, അത്രയും ടയർഡാണ്, നോ ഹോപ്പ്. എല്ലാവരും പറയാൻ തുടങ്ങി ഇനി അച്ഛൻ്റെ കാര്യം എന്താ അവസ്ഥയായി തീരും. എല്ലാവർക്കും വലിയ വിഷമമായിട്ടിരിക്കുകയാണ്. അപ്പോൾ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്യുന്നുണ്ട്, അങ്ങ് ഫലിക്കുന്നില്ല, അങ്ങ് ആകുന്നില്ല, നോട്ട് അപ് ടു ദം, ആകുന്നു വ്യത്യാസമൊന്നുമില്ല. അപ്പൊ അവസാനം ഞാൻ എൻ്റെ പിതാവിനോട് പറഞ്ഞു, എൻ്റെ അറക്കി പിതാവിനോട് ഞാൻ പറഞ്ഞു, പിതാവെ എനിക്ക് കാര്യം ചെയ്യാം, എനിക്ക് ഇവിടെ ഇരുന്ന് മടുത്തു, എനിക്ക് അല്പം എഴുന്നേറ്റ് നടക്കാറായപ്പോൾ ഞാൻ പറഞ്ഞു എന്നെ ഏതൊരു പള്ളിയിൽ അസിസ്റ്റന്റ് ആക്കി എന്നെ നിയമിക്കാവോ എന്ന് ചോദിച്ചു. പ്രൈസ് ദി ലോർഡ്. അപ്പൊ എന്നോട് പറഞ്ഞു വേണ്ട, അച്ഛൻ റെസ്റ്റ് എടുക്കുക, ഒരു 3-4 വർഷം റെസ്റ്റൊക്കെ എടുത്ത് ലീവ് എടുത്ത് ക്ഷീണവും രോഗവും എല്ലാം മാറിയിട്ട് അച്ഛൻ ഇനി വർക്ക് ചെയ്താൽ മതി എന്ന് കർശനമായിട്ട് പറഞ്ഞു. ഞാൻ സങ്കടത്തോടെ ഇറങ്ങിപ്പോകുന്നു പിതാവിൻ്റെ മുറിയിൽ നിന്ന്. അപ്പൊ ആ നാളിൽ എൻ്റെ പിതാവ് റോമിന് പോയ സമയം നോക്കി എൻ്റെ ഒരു ബന്ധുവും കൂടെയായ വികാരി ജനറൽ അച്ഛൻ്റെ അടുത്ത് പോയി ഞാൻ കാല വീണു. പ്രൈസ് എൻ്റെ പൊന്നച്ഛ, എനിക്ക് ഇവിടെ ഈ പ്രീസ്റ്റോമി കിടക്കാൻ എന്നെ പറ്റത്തില്ല. കാരണം ആ നാളിൽ തന്നെ 2 അച്ഛന്മാർ അപ്പുറത്തെ ഇപ്പുറത്തെ മുറിന്ന് മരിച്ചുപോയി. പ്രൈസ് ദി ലോർഡ്. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ, യേശുവേ നന്ദി. അപ്പൊ ഇത് വരുമ്പോഴത്തേക്കും ആളുകൾ വരുമ്പം ഈ ശവം മാത്രം നോക്കാനല്ല വരുന്നത്, ഇനി ആരാ പോകാനുള്ളതും കൂടെ നോക്കാനാണ് ആൾക്കാർ വരുന്നത്. അപ്പൊ ഒരു രസമാണ് അവിടുത്തെ കാഴ്ച. ശ്രമത്തിൽ പറഞ്ഞ യേശുവേ നന്ദി, ഇവരൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പൊ ഇതുകൊണ്ട് ഞാൻ ഇവിടെ കിടന്ന മരിച്ചില്ലെങ്കിൽ തന്നെ മരിച്ചു. ഓർക്ക് പറഞ്ഞ ഹല്ലേലൂയ. ഇവിടെ കിടന്നാൽ തന്നെ ചിലത് നമ്മൾ തന്നെ മരിച്ചു. അതുകൊണ്ട് എന്നെ അവിടെ നിന്ന് എങ്ങനെയൊന്ന് പുറത്താക്കാൻ പറഞ്ഞു. അപ്പൊ അപ്പൊ ഞാൻ വികാരി ജനറൽസിന്റെ കരഞ്ഞ. അപ്പൊ അച്ഛൻ പറഞ്ഞു അങ്ങനെ അച്ഛൻ ഏതെങ്കിലും പള്ളി ചോദിക്കുക, അച്ഛന്മാരെ സമ്മതിക്കാണോ പൊക്കോ, രൂപത എനിക്ക് മാക്സിമം ഫ്രീഡം തരും. അപ്പൊ അങ്ങനെ ഞാൻ എൻ്റെ വല്യച്ഛന്മാരായ 3-4 അച്ഛന്മാരെ വിളിച്ചു, അച്ഛൻ ഞാൻ അവിടെ ഒന്ന് ഇരുന്നോട്ടെ, ഇങ്ങനെ സംസാരിപ്പിച്ചാൽ ഉപദ്രവം. അപ്പൊ എല്ലാരും പറഞ്ഞു ഇങ്ങോട്ട് പോരണ്ട. പ്രൈസ് ദി ലോർഡ്. എല്ലാരും പറഞ്ഞു അച്ഛൻ്റെ രോഗം ഒന്ന് അക്സെപ്റ്റ് ചെയ്യും, അച്ഛനൊന്ന് അക്സെപ്റ്റ് ചെയ്യും. ശ്രമത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ചെറുപ്പമല്ലേ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റും? 19 വയസ്സേ ഉള്ളൂ. അപ്പൊ ആ സമയത്തല്ല അക്സെപ്റ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇറ്റ്സ് നോട്ട് സോ ഈസി. അപ്പൊ നമ്മൾ ശരിക്കൊരു വിഷമമാണ്. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവസാനം ഞാൻ ഒരു അച്ഛനെ വിളിച്ചു. അച്ഛൻ അപ്പോൾ രൂപത പറഞ്ഞു അവിടുത്തെ ഞങ്ങളുടെ ചെറിയൊരു ചാപ്പലുണ്ട്, ആരാധനാച്ചാപ്പലുണ്ട്, അവിടെ വേണമല്ലോ അച്ഛനെ ചോദിച്ചു. ഞാൻ പറഞ്ഞു, അവർ പറഞ്ഞു എൻ്റെ സ്വരം കേട്ടപ്പോൾ സങ്കടങ്ങൾ, ഇങ്ങോട്ട് പോരെ, ഞങ്ങൾ നോക്കിക്കോളാം, ഇവിടെ ഒന്നും വർക്കൊന്നും ചെയ്യണ്ട, ഇവിടെ ഒന്ന് വിശ്രമിച്ചോളാം, മരുന്ന് കഴിച്ചോളാം, ഭക്ഷണം കഴിച്ചോണം, വേറൊന്നും ചെയ്യണ്ട, ഇവിടെ ഇങ്ങോട്ട് പോരാൻ. അങ്ങനെ ഞാൻ ഈ പ്രീസ്റ്റോമിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഞാൻ നേരെ ഈ പറയുന്ന പള്ളിയിലോട്ട് ചെല്ലുക. ഒരു 7 മണി, വൈകിട്ട് 7-8 മണി സമയത്ത് ചെല്ലാം. അപ്പോൾ അച്ഛനും ആരും സ്വീകരിക്കാനൊന്നുമില്ല. ഞാൻ പോയി വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അപ്പോൾ തൊട്ടടുത്ത് ഇങ്ങനെ ആരാധന, നമ്മൾ ഇവിടുത്തെ ചാപ്പൽ പോലെ തന്നെ ആരാധന ചാപ്പലുണ്ട്. ആ ചാപ്പലോട്ട് അപ്പോൾ 1-2 പേര് ഇവിടെ നിന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നു. വലിയ ഓസ്റ്റിക്ക് ഇതിന്റെ മുമ്പിൽ ഇരുന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഓസ്റ്റിൽ ഈശോ ഉണ്ട് കേട്ടോ, ജീവിക്കുന്ന ഈശോയാ. നമ്മുടെ പാപം നമ്മൾ ഉള്ളുകൊണ്ട് കാണാൻ പറ്റും. നിങ്ങൾ നാടുനീളം ഓടേണ്ട കാര്യമൊന്നുമില്ല.
നിങ്ങൾ നാടുകളിലൊന്നും ഓടാൻ പോയേക്കരുത്. നിങ്ങൾ ആ കുർബാന മുമ്പ് കരഞ്ഞിട്ട് നോക്കേ, ഒത്തിരി അനുഗ്രഹം കിട്ടും. പക്ഷേ എനിക്ക് ഇവിടെ പോകുമ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം. ഇവിടെ ചാപ്പലുകൾ കാണുമ്പോൾ എപ്പോഴും ഇവിടുത്തെ പള്ളികളിൽ കുറേ ആൾക്കാരുണ്ടായിരുന്നു പ്രാർത്ഥിക്കുന്നത് കാണാം, കരഞ്ഞ് പ്രാർത്ഥിക്കുന്നത് കാണാം. പക്ഷേ വലിയ അനുഗ്രഹം. അപ്പൊ ഞാനിങ്ങനെ കുർബാന ഉപയോഗിച്ചിട്ട് ഞാൻ തിരുവോസ് എനിക്ക് ചെറുപ്പം പോലെ എനിക്ക് ഭയങ്കര വിശ്വാസം കിട്ടിയത്, ഏറ്റവും വലിയ വിശ്വാസം കിട്ടിയത് ഈ തിരുവോസിൽ ഈശോ എഴുന്നള്ളിയിരിപ്പുണ്ട്. പ്രൈസലോ പച്ചയായിട്ട് നമുക്ക് കാണാം, ഈ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല. നമുക്ക് അഭിഷേകം ഉണ്ടായിരുന്നു, നമുക്ക് കാണാമായിരുന്നു. പ്രൈസലോ നമ്മുടെ അഭിഷേകം നമ്മൾ പരിശുദ്ധാത്മാവിൽ നമ്മൾ അറിഞ്ഞാണ് നമുക്ക് അതിനകത്തുള്ള ഈശോ നേരെ ഇരിക്കുന്നത് കാണാൻ പറ്റും. പക്ഷെ അമ്മത്രിസയ്ക്കൊക്കെ കാണാമായിരുന്നു പറഞ്ഞത്, അതുപോലെ അനേകം വിശുദ്ധർക്കൊക്കെ കാണാമായിരുന്നു പറഞ്ഞു. ഈശോയുടെ സാന്നിധ്യം ഉണ്ടെന്ന് പറഞ്ഞു. പാതിരപ്പിക്കൊക്കെ ശരിക്കും ഈശോയുടെ സാന്നിധ്യം കിട്ടുമായിരുന്നു. പക്ഷെ ഫൗസ്റ്റീനയ്ക്കൊക്കെ ഈശോയെ കാണാമായിരുന്നു. അപ്പൊ നമുക്ക് കാണാൻ പറ്റാത്തത് നമ്മുടെ കണ്ണിന്റെ തിമിരം വന്നുകൊണ്ടാണ്. പ്രൈസലോഷ് അല്ലാണ്ട് ഈശോ ഇല്ലാഞ്ഞിട്ടല്ല. പ്രൈസലോഷ് തിരുവോസ്തിക്കകത്ത് ഈശോ ഇല്ലാഞ്ഞിട്ടല്ല, നമ്മുടെ കണ്ണിന് തിമിരം വന്നതുകൊണ്ടാണ് കാണാൻ പറ്റാത്തത്. തിമിരം വന്നതുകൊണ്ട്, അല്ലാണ്ട് ഈശോ ഇല്ലാഞ്ഞിട്ടല്ല. ഇവിടെ ഈശോ ഇല്ലാഞ്ഞിട്ടല്ല കാണാൻ പറ്റാത്തത്. എന്റെ കണ്ണിന് തിമിരം ബാധിച്ചുകൊണ്ട് ഇവിടെ വിശുദ്ധിയുള്ള മക്കൾക്കൊക്കെ ഇപ്പൊ ഈശോ അനുഭവം. പറഞ്ഞേ ഹല്ലേലൂയ, അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ, യേശുവേ നന്ദി. അങ്ങനെ ഞാനിങ്ങനെ കുർബാനോട് നോക്കിയിട്ട് ഞാനിങ്ങനെ ചെറുപ്പം മുതൽ എൻ്റെ സ്വഭാവം ഈശോയോട് കൂട്ടാം. ഈശോ നോക്കണം, എൻ്റെ ഈശോയെ ഇനി എന്താ എൻ്റെ അവസ്ഥ, ഇനി എന്നെ കുറിച്ച് നീ എന്താ, ഞാൻ ഇങ്ങോട്ട് നീ എൻ്റെ ഭാവി എന്താ, നിനക്കിനി എന്തെല്ലാം പറയാനുണ്ടോ? ഒരു കരച്ചില് കണ്ണു നിൽക്കണം, ആരുമില്ല എൻ്റെ കൂടെ, നോബഡി ഈസ് ദേർ. അപ്പൊ ഞാൻ ഇങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിശ്വസിക്കുകയില്ല, അടുത്ത് ഞാൻ പറയാൻ പോകുന്ന ആരും വിശ്വസിക്കില്ല. ഇതാണ് സംഭവം. ഞാൻ ഒരു ശബ്ദം ശരിക്കും കേൾക്കുക, അരൂപിയുടെ ശബ്ദം. ഭയപ്പെടണ്ട, ഞാൻ നിന്റെ കൂടെയുണ്ട്, ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. തോന്നലല്ല, തോന്നലല്ല. നീ കേൾക്കുകയാണ്, നീ ഇന്നു മുതൽ മരുന്നൊന്നും കഴിക്കണ്ട, ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു. മറ്റൊരു കാര്യം കൂടെ കേൾക്കാം, അതൊരു നേർത്ത ശബ്ദം പോലെ. ലോക സുവിശേഷത്തിന് വേണ്ടി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. അന്നേ കൊച്ചച്ഛനാ, അച്ഛനായിട്ട് 3-ാം വർഷം, ഒന്നുമില്ല, വട്ടപൂജ. ആ സമയത്ത് ഈ തിരുവോസ്തി ഞാൻ കേൾക്കുക, ലോക സുവിശേഷവൽക്കരണത്തിന് വേണ്ടി ഞാൻ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. എന്നെ ഇവിടെ കൊണ്ടുവന്നത് ഈശോയാ. ഈശോയുടെ തെരഞ്ഞെടുപ്പാ. ഈശോയെ നന്ദി. ഈ സമയത്ത് എന്റെ ദേഹത്തൂടെ എന്താ പോയെന്ന് എനിക്ക് ഒരു പ്രത്യേക സംഭവം, അതിനുള്ള ഭാഷ, ഇത് ആത്മാവിന്റെ പ്രവർത്തനത്തിന്റെ ചേർന്ന ഭാഷ ലോകത്ത് കണ്ടുപിടിച്ചിട്ടില്ല. ഒരു സംഭവം എന്റെ ശരീരത്തോടെ എന്താണ്ടൊക്കെ നടക്കുന്നു, എനിക്ക് എന്താണെന്നൊന്നും മനസ്സിലാവുന്നില്ല. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. അപ്പോഴത്തേക്ക് അവിടുത്തെ അച്ഛൻ വന്നു. അച്ഛൻ വന്നപ്പോൾ ഞാനിങ്ങനെ ഇരിപ്പുണ്ട്. അച്ഛൻ എന്നെ കൈക്ക് പിടിച്ച്, ഇപ്പോഴും കൈക്ക് പിടിച്ച് എഴുന്നേക്കാൻ പറഞ്ഞു. എഴുന്നേറ്റ് എന്നെ പിടിച്ച് ഇങ്ങനെ കൊണ്ടുപോയി എനിക്ക് മുറി തന്നു, മുറിക്കകത്ത് കിടന്നു, ഭക്ഷണം തന്നു, മരുന്ന് കഴിച്ചോണം, കൃത്യം കഴിച്ചോണം. ഒരു പെട്ടി നിറച്ചുണ്ട് മരുന്ന്. പ്രശ്ലോഷ് എല്ലാം കൃത്യം കഴിച്ചു. രാവിലെ വൈകിട്ട് ഇഷ്ടം പോലെ, വേറെ ഭക്ഷണമൊന്നും കഴിക്കേണ്ട ആവശ്യമില്ല. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അതുപോലെ സാധനം ഉണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. രാത്രി ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് മരുന്ന് കഴിക്കാറായപ്പോൾ ഞാൻ മരുന്ന് പതുക്കെ എടുക്കാൻ തുടങ്ങുമ്പോൾ ഇത് വീണ്ടും കേൾക്കുക, ഈ നിമിഷം മുതൽ നീ മരുന്ന് കഴിക്കണ്ട, ഞാൻ നിന്നെ സുഖപ്പെടുത്തിയിരിക്കുന്നു, കഴിക്കണ്ട. ഇത് കേൾക്കുക. എനിക്ക് ഞാൻ ഇത് പൂട്ടി അവിടെ വെച്ചു. പിന്നെ അവിടെ ഇരുന്നു. വീണ്ടും ഞാൻ കിടന്നുറങ്ങി. രാവിലെ എഴുന്നേറ്റിപ്പം ഒരു ക്ഷീണവും ഇല്ല. നോർമൽ സ്ലീപ്പ്, നോർമൽ എഴുന്നേക്കാം. അന്ന് വൈകുന്നേരം, അന്ന് മരുന്ന് കഴിച്ചില്ല, വൈകിട്ട് കഴിച്ചില്ല, അങ്ങനെ 7 ദിവസത്തോളം മരുന്ന് കഴിച്ചില്ല. അപ്പോൾ ഡോക്ടറിനെ കാണേണ്ട നേരമായി. ഡോക്ടറിനെ കാണേണ്ട സമയമായി. അപ്പൊ ഞാൻ ഡോക്ടറിനെ കാണാൻ വേണ്ടി ചെന്നു. ഡോക്ടർമാരല്ലേ, ബുദ്ധിമാന്മാരല്ലേ, സൂക്ഷിച്ചു വേണം സംസാരിക്കാൻ. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. അവരോട് വെച്ചു, അച്ഛൻ മരുന്ന് കഴിക്കുന്നുണ്ടോ? എല്ലാം കൃത്യമായിട്ടുണ്ട്. അതിനകത്ത് യേസുകൊണ്ടും നോൻ ഒരുമിച്ച. കള്ളം പറയാൻ പറ്റത്തില്ല, നുണയും പറയാം, ഒന്നും പറയാൻ പറ്റത്തില്ല. സത്യം പറഞ്ഞാൽ ഡോക്ടറിനെ തല്ലിക്കൂല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. കാരണം അത് പാടില്ല. നിങ്ങൾക്ക് ദൈവം എന്നൊക്കെ പറയാം, ആക്കെ വെറുതെ പറയുന്ന. ഞങ്ങൾ കഴിക്കുന്ന മരുന്ന് കഴിച്ചാൽ നിനക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അങ്ങനെ പറയുന്ന മക്കളെ ഞാൻ കേട്ടിട്ടുണ്ട്. മരുന്ന് വേണ്ടതല്ലോ അച്ഛൻ പറഞ്ഞു. വൈദ്യനെ സൃഷ്ടിച്ചതും ദൈവമാണ്. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. വൈദ്യനിലൂടെയും ദൈവം നമ്മളോട് സംസാരിക്കും, പ്രവർത്തിക്കും. സ്ഥിരപ്പെടുത്തി പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് തന്റെ കരം നേരിട്ടും തൊടും, മറ്റുള്ളവരെയും കൊണ്ടും തൊടുപ്പിക്കും. പറഞ്ഞ ഹല്ലേലൂയ. കർത്താവ് നേരിട്ടും തൊടും, മറ്റുള്ളവരെയും കൊണ്ടും
തൊടുപ്പിക്കും. സ്ഥലപ്പെടുത്തി പറഞ്ഞേ ഹല്ലേലൂയ. അതുകൊണ്ട് ഡോക്ടർ ഇല്ലെന്നല്ല, തീർച്ചയായിട്ടും ദൈവം നേരിട്ട് തൊടും. നമുക്ക് എന്താ വേണ്ടത്? മറ്റുള്ളവർ തൊടണോ അതോ ദൈവം നേരിട്ട് തൊടണോ? ഏതാ വേണ്ടത് തീരുമാനിച്ചോ. പ്രൈസ് ദി ലോർഡ്. നേരിട്ട് തൊടണമെങ്കിൽ നമുക്ക് യേശുവിൽ ഉറക്കെ പറഞ്ഞേ ഹല്ലേലൂയ. ദൈവം നേരിട്ടിടപെട്ട് നിന്റെ പ്രശ്നം തീർക്കണോ അതോ മറ്റുള്ളവരിടപെടണം? പ്രൈസ് ദി ലോർഡ്. നേരിട്ടിടപെടും. അതാണ് പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, തന്റെ ജനത്തിന്റെ നിലവിളിയുടെ നാളുകളിൽ ദൈവം ഒരു ദൂതനെ അയച്ചല്ല അവരെ രക്ഷപ്പെടുത്തിയത്, ദൈവം നേരിട്ടിറങ്ങി വന്ന് അവരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. നേരിട്ടിറങ്ങി വരും. അങ്ങനെ സംഭവമുണ്ട്. ഈ ധ്യാനം കഴിയുമ്പോൾ ചില കുടുംബങ്ങളിൽ ദൈവം നേരിട്ടിറങ്ങി വരട്ടെ. പ്രൈസ് ദി ലോർഡ്. നേരിട്ടിറങ്ങി വരട്ടെ. ഈശോയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, ഈശോയുടെ നാമത്തിൽ പറയുന്നു, ചില കുടുംബങ്ങൾ ദൈവം നേരിട്ടിറങ്ങി വരട്ടെ, നേരിട്ടിറങ്ങി വരട്ടെ, നേരിട്ട് വരട്ടെ. ഡോക്ടറിലൂടെ മരുന്നിലൂടെ അല്ല വരേണ്ടത്, തമ്മിൽ നേരിട്ട് വരട്ടെ, നേരിട്ടിറങ്ങി വരട്ടെ. പറഞ്ഞേ ഹല്ലേലൂയ. ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ വലിയൊരു ശക്തി ശരീരത്തിൽ അനുഭവിക്കുന്ന ഒത്തിരി മക്കളുണ്ട്. എന്തൊക്കെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകുന്ന അനുഭവം കിട്ടുന്ന ഒത്തിരി മക്കളുണ്ട്. ഈശ്വരോട് പറയുന്നുണ്ട്, ശരിയാണോ ഒന്ന് കൈപൊക്കി. അങ്ങനെ അനുഭവമുള്ള മക്കളുണ്ടെങ്കിൽ കൈപൊക്കിയാൽ മതി, അല്ലാത്ത കൈപൊക്കൊന്നും വേണം. അങ്ങനെ കർത്താവ് ദേഹത്ത് തൊടുന്ന പോലത്തെ എന്തൊരു അനുഭവം കിട്ടുന്ന മക്കൾ രണ്ട് കരം ഉയർത്തിപ്പിടിച്ച്, രണ്ട് കരം കർത്താവ് തൊടുന്ന മക്കൾ, കർത്താവിന്റെ അനുഭവം കിട്ടുന്ന മക്കൾ, വിശ്വാസം കിട്ടുന്ന മക്കൾ ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ച്, ഇനി എല്ലാവരും കൈ ഉയർത്തിപ്പിടിച്ച് ഒറ്റ വിളി യേശുവേ, യേശുവേ എന്ന് വിളിക്കട്ടെ, വിളിക്കട്ടെ, വിളിക്കട്ടെ. ആമേൻ. സ്ഥലമെടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഏറ്റു പറഞ്ഞ ആകയാൽ യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റവും ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചുവെന്ന് വിശ്വസിക്കുക, ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രിയപ്പെട്ട മക്കളെ, 2001 ജൂൺ മാസം 16-ാം തീയതി വൈകുന്നേരമാണ് ഈ സംഭവം എനിക്കുണ്ടാകുന്നത്. അന്നാണ് ഈ ശബ്ദം ഞാൻ കേൾക്കുന്നത്. അതേ പിന്നെ ഇന്നേ വരെ ഞാൻ ആ മരുന്ന് തൊട്ടിട്ടില്ല. പ്രൈസ് ദി ലോർഡ്. ഒരിക്കൽ പോലും തൊട്ടിട്ടില്ല, ഒരിക്കൽ പോലും തൊട്ടിട്ടില്ല. അതെന്റെ കർത്താവിനെ എടുത്തു മാറ്റി. അതോടെ കർത്താവ് 2 ആഴ്ച കഴിയുമ്പോൾ തൊട്ട് ആ വിഷയം തുടങ്ങി. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. ഞാൻ പറയാറുണ്ട്, കർത്താവേ, ഇവിടെ നിങ്ങൾ രോഗശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഒരു നിയമമുണ്ട് കേട്ടോ. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഈശോയെ എനിക്ക് രോഗശാന്തി തരണേ, അതെനിക്ക് സുഖിക്കാനല്ല, നേരെ മറിച്ച് ഇന്നു മുതൽ നിനക്ക് വേണ്ടി ഓടാൻ. എനിക്കിത് സൗഖ്യം തന്നാൽ അതുവഴി ഞാൻ നിനക്കും സുവിശേഷത്തിന് വേണ്ടി ഓടാൻ വേണ്ടിയാണ് നീ എനിക്ക് സൗഖ്യം തരേണ്ടത്, അല്ലാണ്ട് നാളെ മുതൽ സുഖിക്കാൻ വേണ്ടിയല്ല. പ്രൈസ് ദി ലോർഡ്. സുഖിക്കാൻ എനിക്ക് കണച്ച് കർത്താവിന്റെ, എനിക്ക് ഏറ്റവും ഇഷ്ടം കർത്താവിന്റെ കുരിശു മരണത്തിലെ സഹനത്തിൽ പങ്കെടുക്കണം. ചില അമ്മമാര് പറയും, മോളെ നിന്റെ വേദനയിൽ നിന്റെ കൂടെ ഞാനും ഉണ്ടടി. പ്രൈസ് ദി ലോർഡ്. ചില ഭർത്താക്കന്മാരോട് ഭാര്യമാര്, ചേട്ടന്റെ എല്ലാ വിഷമത്തിലും ഞാൻ ചേട്ടന്റെ കൂടെയുണ്ട്, അല്ലെങ്കിൽ മോളെ നിന്റെ വേദന ഞാനും ഉണ്ട്, ഞാനും പട്ടിണി കിടക്കാം നിന്റെ കൂടെ എന്ന് പറഞ്ഞ പോലെ ക്രിസ്തുവിന്റെ സഹനത്തില് ക്രിസ്തുവിനെ പോലെ തന്നെ കുരിശു മരണം എടുക്കുന്ന ഒത്തിരിയേറെ രോഗികളുണ്ട്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ തലമുറയിൽ ഒരുപാട് രോഗികൾ ഓർക്കണം. ആ രോഗികളെ കർത്താവ് കടത്തിയിരിക്കുന്നത് കർത്താവ് കുരിശിൽ നമുക്കറിയാം. ഏറ്റവും വലിയ രഹസ്യം വെച്ചാല് നമുക്കറിയാം, ഇന്നും സഭ ആഘോഷിക്കുന്ന ഏറ്റവും വലിയ സംഭവം എന്താ? പരിശുദ്ധ കുർബാനയാണ്. പരിശുദ്ധ കുർബാനയുടെ ഏറ്റവും വലിയ മഹത്വം എന്ന് പറയാമോ? നമുക്കറിയാം, എല്ലാവരും പറയും നമ്മുടെ കത്തോലിക്ക സഭയുടെ ഏറ്റവും ഹൃദയത്തിന്റെ വിശ്വാസം, ഏറ്റവും വലിയ വിശ്വാസം എന്താ? ഓരോ പരിശുദ്ധ കുർബാനയിലും നമ്മുടെ കർത്താവിന്റെ കുരിശ് മരണം നടക്കുന്നുണ്ട്. യെസ് ഓർ നോ? ഉണ്ടോ? ഈശോയുടെ ചോര ചിന്തപ്പെടുന്നുണ്ടോ? ശരീരം വിഭജിക്കപ്പെടുന്നുണ്ടോ? സഭയുടെ എന്ന് വെച്ചാൽ ഇന്നും ഈശോയുടെ കുരിശുമരണം സംഭവിക്കുന്നുണ്ടോ? യെസ് ഓർ നോ? യെസ്. സഭയുടെ വിശ്വാസമാണ്, അനുഭവമാണ്. സ്ഥലം കൊടുത്ത് പറഞ്ഞേ ഹല്ലേലൂയ. പക്ഷെ നമുക്കൊരു ചരിത്രം അറിയാം. 2000 വർഷങ്ങൾക്ക് മുമ്പ് ഗാഗുൽത്താ മലയിലെ കുരിശിലെ മൂന്നാണികളിൽ അവൻ കിടന്നുകൊണ്ട് മാനവകുലത്തിന്റെ നമ്മുടെ എല്ലാവരുടെയും പാപത്തിന്റെ പരിഹാര ബലിയർപ്പിച്ചു. അവൻ ദഹന ബലിയർപ്പിച്ചു. സഹനത്തിയിലായിരുന്നു. അവന്റെ ഉച്ച മുതൽ ഉള്ളങ്കാൽ വരെ കീറി മുറിക്കപ്പെട്ടു. അവന്റെ ശരീരം ഉഴുതുകാരൻ ഉഴുതുമറിക്കുന്നത് പോലെ ഉഴുതുമറിച്ചപ്പെട്ടു. അത്ര സഹനമെടുത്തു. അങ്ങനെ കുരിശുമരണം കഴിഞ്ഞു. അതിനുശേഷം അവനെ കുരിശിൽ നിന്ന് താഴെ ഇറക്കി ആ മൃദുശരീരം എടുത്തിട്ട്, ഈശോയുടെ ശരീരം എടുത്തിട്ട്, മരിച്ച ശരീരം എടുത്ത് കല്ലറയിൽ സംസ്കരിച്ചു. 3 ദിനം കഴിഞ്ഞപ്പോൾ ഉയർത്തെഴുന്നേറ്റു. എല്ലാവരും കണ്ടത്, അവൻ തൊട്ടു. അനുഭവമുണ്ട്, അപ്പസ്തോലന്മാരുടെ അനുഭവം. ഉയർത്തി ജീവിക്കുന്ന കർത്താവിനെ കണ്ടു. ആ കർത്താവ് സ്വർഗത്തിലേക്ക് ആരോഹണം കണ്ടു. ഇത് കഥയല്ല കേട്ടോ, മിത്തോളജി അല്ല. ജീസസ് ക്രൈസ്റ്റ് ഈസ് നോട്ട് എ മിത്തോളജി. മിത്തല്ലത്, അത് സത്യമാണത്.
ഹിസ്റ്റോറിക്കലാണിത്, ചരിത്രമാണിത്. അവന്റെ ഉത്ഥാനം ചരിത്രമാണത്, ഹിസ്റ്റോറിക്കലാണത്. സ്ഥലം പറഞ്ഞ ഹല്ലേലൂയ, സ്ഥലം പറഞ്ഞ ഹല്ലേലൂയ. അവൻ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്യുന്ന എല്ലാവരും കണ്ടു. അവന്റെ സന്തോഷം കണ്ടു, ഉത്തിതന്റെ ആനന്ദം കണ്ടു, ഉത്തിതൻ സമാധാനം കൊടുത്തത് കണ്ടു, എല്ലാം കണ്ടു. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കണം. പ്രൈസ് ദി ലോർഡ്. അതിനുശേഷവും സഭ വന്നിട്ട് പരിശുദ്ധ കുർബാന അർപ്പണം നടത്തുക. ആർക്ക് പറഞ്ഞേ ഹല്ലേലൂയ. വലിയൊരു ആത്മീയ രഹസ്യം, മനുഷ്യബുദ്ധിക്ക് അതീതവും സ്പിരിച്വൽ റിയാലിറ്റീസിനെ ഒന്നും മനുഷ്യബുദ്ധിക്കാത്ത ആരെങ്കിലും അത് കൊണ്ടുവരാനായിട്ട് നോക്കി അവൻ ഭൂലോക മണ്ടന. പ്രൈസ് ദി ലോർഡ്. വിഡ്ഢിയായ മനുഷ്യനാണവൻ. ദൈവിക രഹസ്യങ്ങളെ തന്റെ ചുരുങ്ങിയ ബുദ്ധിക്കകത്ത് ഒതുക്കാനായിട്ട് ആര് ശ്രമിച്ചാൽ അവസാനം അവൻ മണ്ടനായിട്ട് മാറും. അതിന് യാതൊരു മാറ്റം. ഇതൊക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഞാൻ പറഞ്ഞത് മറ്റൊന്നാണ്. പരിശുദ്ധ അന്ന് മുതൽ ഈശോ പറഞ്ഞിട്ട് ഇതെന്റെ ഓർമ്മയ്ക്ക് അടിച്ച് ഡു ദിസ് ഇൻ മെമ്മറി ഓഫ് മീ. അപ്പൊ ആ കർമ്മങ്ങൾ നടക്കുമ്പോൾ അവിടെ കാൽവരി ബലി നടക്കും. അതായത് ഉയർത്തെഴുന്നേറ്റ ശേഷവും അവന്റെ സഹനവും അവന്റെ കുരിശ് മരണവും അവന്റെ പീഡാസഹനവും ഇപ്പോഴും സഭയിലുണ്ട്. അവർക്ക് പറഞ്ഞേ ഹല്ലേലൂയാ. അതായത് കേൾക്കണം, ഇവിടെ കൺവെൻഷൻ കഴിയുമ്പോൾ കുറേയേറെ മക്കൾ സുഖപ്പെടുന്നു, കുറേയേറെ മക്കളുടെ വേദന മാറുന്നു, ഒത്തിരിയേറെ മക്കൾക്ക് അത്ഭുത രോഗശാന്തി കിട്ടുമ്പോൾ അതേസമയം മറ്റു അനേക മക്കൾ വീണ്ടും രോഗികളായിട്ട്, അവർ വേദനിക്കുന്നവരായിട്ട്, തളവാദ രോഗികളായിട്ട്, വേദനിക്കുന്നവരായിട്ട്, ശാരീരിക പീഡ അനുഭവിക്കുന്നവരായിട്ട്, മാനസിക പീഡകൾ അനുഭവിക്കുന്നവരായിട്ട് മുന്നോട്ട് പോകുമ്പോൾ, ഈ കൺവെൻഷൻ കഴിഞ്ഞിട്ടും അവരെയും കൊണ്ട് നിങ്ങൾ പോകുമ്പോൾ നിങ്ങൾ നിരാശപ്പെടരുത്. അവര് ക്രിസ്തുവിന്റെ കാൽവരി ബലിയിൽ പങ്കെടുക്കുന്നു. ഇന്നും സഭയിലൂടെ തുടരുന്ന കർത്താവിന്റെ പീഡാസഹനം, കുരിശുമരണത്തില് കർത്താവിന്റെ പീഡാസഹനം, കുരിശുമരണം, ഉത്ഥാനം ഇപ്പോഴും സഭയിൽ നടക്കുന്നത് പോലെ ഇന്ന് ചില മക്കൾ ദൈവം തന്റെ ഈശോയുടെ പീഡാസഹനത്തിന്റെ ഭാഗം അവർക്ക് കൊടുക്കുക. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതായത് അല്പം കൂടെ വ്യക്തതയോടെ പറയാ, കേൾക്കണം. അതായത് ഈശോയുടെ ഉത്ഥാനത്തിന് ശേഷവും ഈശോയുടെ പീഡാസഹനം തീർന്നിട്ടില്ല. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. രക്തം ചിന്തൽ തീർന്നിട്ടില്ല. ഹല്ലേലൂയ. ഈശോയുടെ പാപപരിഹാര ബലി തീർന്നിട്ടില്ല. ലോകാവസാനം വരെ ഈ ഭൂമിയിലുണ്ട്. അന്ന് പറഞ്ഞ പോലെ നമ്മൾ ചിലർക്ക് ദൈവം ആ ഒരു സഹനം ദൈവം നമുക്ക് തരും. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അതൊരു വിളിയാണ്, ഒരു അഭിഷേകം. അതാണ് അൽഫോൻസാമയ്ക്ക് കിട്ടിയ അഭിഷേകം. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. അൽഫോൻസാമയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്ന ഈശോ മിശിഹായ്ക്ക് അൽഫോൻസാമയെ സുഖപ്പെടുത്താൻ പറ്റുമായിരുന്നു. 100% പറ്റുമായിരുന്നു. കൊച്ചിനോസ്യാപ്പണിതി രോഗിണിയായ കൊച്ചിനോസ്യാപ്പണിതിയെ സുഖപ്പെടുത്തുവാൻ സർവശക്തനായ യേശുവിനെ പറ്റുമായിരുന്നു. പക്ഷേ അവളോട് പറഞ്ഞു, ദേ ഇപ്പോഴും എന്റെ സഹനം സഭയിൽ തുടർന്നുകൊണ്ടിരിക്കുക. ആ സഹനത്തിലേക്ക് ഞാൻ നിന്നെ വിളിക്കുകയാ. എന്റെ പീഡാസഹനത്തിൽ നീ പങ്കെടുക്കാൻ നീ തയ്യാറാണോ? ആമേൻ എന്ന് പറഞ്ഞുകൊണ്ട് അവൾ സ്വീകരിച്ചു. എന്ന് പറയുന്ന പോലെ എനിക്ക് എപ്പോഴുണ്ട്, ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട്, രോഗമുണ്ട്. അനേക മക്കളെ സുഖപ്പെടുത്തുമ്പോഴും പലവിധ അസ്വസ്ഥകളും ക്ഷീണമൊക്കെ എനിക്ക് ഇഷ്ടം പോലെ എനിക്ക് എപ്പോഴുണ്ട്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ നല്ല ക്ഷീണമുണ്ട്, രോഗമുണ്ട്. അനേക മക്കളെ സുഖപ്പെടുത്തുമ്പോഴും പലവിധ അസ്വസ്ഥകളും ക്ഷീണമൊക്കെ എനിക്ക് ഇഷ്ടം പോലെ വരാറുണ്ട്. അത് മാറരുതെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നത്. മാറുകയാണെങ്കിൽ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി മാത്രം മാറിയാൽ മതി, അല്ല സുഖിക്കാൻ വേണ്ടി മാറണ്ട. അതാണ് അതിനോട്. അല്ലാതെ നമ്മുടെ അല്ല, നമുക്ക് യേശു ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡനങ്ങളുടെ കുറവ് എന്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. 2 കരം ഉയർത്തി യേശുവേ. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഒരു കാര്യം ഈശോയോട് പറയട്ടെ. കൺവെൻഷൻ കഴിയുമ്പോൾ ഏറ്റവും ഭാഗ്യമുള്ളവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കർത്താവിന്റെ പീഡാസഹനത്തിൽ കർത്താവ്. നിങ്ങളൊരു പിക്ചർ കണ്ടിട്ടുണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. മിസ്റ്റർ ഫ്രാൻസിസ് അസീസിയുടെ പിക്ചറുകളിൽ ഒരു മനോഹരമായ പിക്ചറുണ്ട്. കുരിശിൽ കിടക്കുന്ന ഈശോ തന്റെ ഒരു കൈ, പ്രൈസ് ദി ലോർഡ്, ആണികൾ നൂരിയെടുത്തിട്ട് അതുകൊണ്ട് ആരെ കെട്ടിപ്പിടിക്കുന്നു പറയാമോ? കണ്ടിട്ടുണ്ടോ? പിക്ചർ കണ്ടിട്ടുണ്ടോ? അവർക്ക് പറയാം ഹല്ലേലൂയ. തന്റെ സഹനത്തോട് ചേർത്ത് വെക്കുന്നു. സ്വരമോട് പറഞ്ഞേ ഹല്ലേലൂയ. അതാണ് ആ തെരഞ്ഞെടുക്കപ്പെട്ട മക്കളുടെ ഭാഗ്യമാണ് ആ സഹനം. അതുകൊണ്ട് ദൈവത്തിന് ശക്തിയില്ലാഞ്ഞിട്ടല്ല, പ്രൈസ് ദി ലോർഡ്, ദൈവത്തിന് നിന്നെ രക്ഷിക്കാൻ ശക്തിയില്ലാഞ്ഞിട്ടല്ല, നിന്നെ ദൈവം രക്ഷാകര ചരിത്രത്തിന്റെ ഭാഗമാക്കുകയാ. പ്രൈസ് ദി ലോർഡ്. നിന്നെ ദൈവം പൗലോസ്ലീഹായുടെ ഭാഗമാക്കുക. ഹല്ലേലൂയ. നിന്നെ കർത്താവ് തെരഞ്ഞെടുത്തിരിക്കുന്നു, സഭയ്ക്ക് വേണ്ടി തെരഞ്ഞെടുത്തിരിക്കുന്നു. സഹനിക്കുന്ന മക്കളെ, ഏത് കാരണത്തെ പ്രതിയാണ് സഹിക്കുന്ന മക്കളെ, എത്ര പ്രാർത്ഥിച്ചിട്ടും എന്റെ സഹനം എന്തുകൊണ്ട് മാറുന്നില്ലെന്ന് കരയുന്ന മക്കളുടെ ഓർത്തോളം ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ തെരഞ്ഞെടുത്തിരിക്കുന്നു. ദൈവം നിന്നെ ലോകത്തിന്റെ പാപപരിഹാര ബലിയാക്കിക്കൊണ്ട് ഉയർത്തി. സന്തോഷിക്കും മക്കളെ. 2 കരം ഉയർത്തി ഉച്ചത്തില്. പ്രൈസ് ദി ലോർഡ്. ആമേൻ.
ഒരു സഭാപിതാവിന്റെ ചരിത്രം പറഞ്ഞെടുത്താം. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്കിന്റെ ഗ്രന്ഥങ്ങളിലൊന്നാണ് ഡിഡാക്കെ. അദ്ദേഹത്തിന്റെ അതായത് ഈ സെന്റ് ഇഗ്നേഷ്യസ് ഓഫ് ആന്റിയോക്ക് ഈജിപ്തിന്റെ ആ ഭാഗത്തുള്ള ആദ്യത്തെ മെത്രാന്. സർവ്വത്തിൽ പറഞ്ഞ ഹല്ലേലൂയ. ശരിക്കും ഈജിപ്ത് ദേശം, ആ ദേശം മുഴുവൻ സുവിശേഷം, അലക്സാണ്ടർ പ്രദേശം സുവിശേഷം പ്രഘോഷിച്ച ആദ്യത്തെ മെത്രാനാണ് ശരിക്കും പറഞ്ഞാൽ സെന്റ് ഇഗ്നേഷ്യസ് ആന്റിയോക്ക്. ഒക്കെ പറഞ്ഞ ഹല്ലേലൂയ. ഈ മെത്രാനെ അവസാനം ഈ ക്രിസ്തു വിശ്വാസം പ്രചരിപ്പിച്ചു എന്നുള്ള ഒറ്റ കാരണത്താൽ മെത്രാനെ വധിക്കാനായിട്ട് റോമൻ ഭരണകൂടം തീരുമാനമെടുത്തു. ചക്രവർത്തി പറഞ്ഞു ആ മെത്രാനെ കൊണ്ടുവന്നിട്ട് റോമിലുള്ള സിംഹക്കുടിയിലേക്ക് കൊണ്ടുപോയി എറിയാൻ പറയുക. അപ്പോഴത്തേക്കും പോകുന്ന വഴിക്ക് അപ്പൊ ഇങ്ങനെ കുറെ പടയാളികൾ അവർ പറഞ്ഞ് കൊണ്ടുവന്നിട്ട് ഈ മെത്രാനെ ഇവര് ഈ അറസ്റ്റ് ചെയ്തിട്ട് ചങ്ങലെ ബന്ധിച്ചിട്ട് ഇവരിങ്ങനെ കൊണ്ടുപോവുക. കരമാർഗത്തിലൂടെയും കടൽ മാർഗത്തിലൂടെയും കുറെ നാളെടുത്തു. 1-2 വർഷം കൊണ്ടാണ് റോമിൽ എത്തുന്നതെന്ന് പറഞ്ഞു. അത്രയും സമയം എടുത്ത് എത്തുന്നത്. അപ്പൊ പോകുന്ന വഴിയിൽ ക്രൈസ്തവരെല്ലാം വന്നിട്ട് ഈ മെത്രാനോട് പറയും, മെത്രാനെ വേണ്ട, മെത്രാനെ മാറ്, എന്തെങ്കിലും പറഞ്ഞ് രക്ഷപ്പെടാൻ. മെത്രാൻ ഇങ്ങനെ ബലി കൊടുക്കരുത്, സഹനം എടുക്കാൻ, തീ എടുക്കാൻ, വേദന എടുക്കാൻ. മെത്രാൻ പറഞ്ഞു, ഞാൻ ഈശോയ്ക്ക് വേണ്ടി മരിക്കും, ഞാൻ ഈശോയ്ക്ക് വേണ്ടി മരിക്കും. ആരും എന്നെ ഈശോയിൽ നിന്ന് അകറ്റരുത്, എനിക്ക് ഈശോയെ പോലെ മരിക്കും, എനിക്ക് ആ സഹനം എടുക്കണം. ക്രിസ്തു എനിക്ക് വേണ്ടി പാപപരിഹാരം ബലി നടത്തിയില്ലേ, അതുപോലെ എനിക്ക് സഹിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങ് പോവുക. അവസാനം ഒരു ശിക്ഷ മാത്രമേ കൂടുള്ളൂ. അങ്ങനെ അവസാനം ഇദ്ദേഹത്തെ റോമിൽ കൊണ്ടുവരുന്നുണ്ട്. ഒരു ദിവസം ഇദ്ദേഹത്തെ കൊണ്ടുവന്ന് ഇവര് സിംഹക്കുഴിയിലോട്ട് വലിച്ചെറിയുന്നത് കാണാൻ പറ്റും. അപ്പോൾ യേശുവേന്ന് വിളിച്ചുകൊണ്ട് അദ്ദേഹം വലിയ രക്തസാക്ഷിത്വം വഹിക്കുന്നത് കാണാൻ പറ്റും. കാരണം അവര് ആ സഹനത്തെ അവർ കാണുന്നത് നാശമായിട്ടല്ല, അപകടമായിട്ടല്ല, അത് ദൈവവിളിയായിട്ടാണ് കാണുന്നത്. നിങ്ങൾക്കറിയാമോ, രക്തസാക്ഷിത്വം ഒരു ദൈവവിളിയാണ്. അവർക്ക് പറഞ്ഞ ഹല്ലേലൂയ. രക്തസാക്ഷിത്വം ഒരു സഹനം പോലും, ചില വലിയ സഹനം, അതൊരു ദൈവവിളിയാണത്, അഭിഷേകമാണത്, തിരിച്ചറിയാണ്. കൃപ ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. 2 കരം ഉയർത്തി പറഞ്ഞ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അതൊരിക്കലും ദൈവത്തിന്റെ ശക്തി കുറവല്ല, ദൈവത്തിന്റെ ശക്തി കൂടുതൽ. എനിക്കറിയാം ഒരു സംഭവം കൂടെ പറഞ്ഞെടുത്തുകയാണ്. ഒരിക്കലും ഒരു കുട്ടി ഹോസ്പിറ്റലിൽ കഴിയുക, ശരിക്കും അമല ഹോസ്പിറ്റല് തൃശ്ശൂരില്ല, മരിക്കാൻ പോവാം. ഡോക്ടർ പറഞ്ഞു മാക്സിമം പോയാൽ 1/2 മണിക്കൂറിൽ കുഞ്ഞ് മരിക്കും. വെന്റിലേറ്ററെല്ലാം എന്ന് ചിലവായി ശ്വാസം എടുക്കാൻ പറ്റും, മൊത്തം തിരിക. ഈ സമയത്ത് ഇവരുടെ ബന്ധുവോടി ധ്യാന സെന്ററിൽ എത്തി. അവിടെ വന്നിട്ട് പറയാണ്, അവരിങ്ങനെ ഫോണിൽ കൂടെ വിളിച്ച് ഇപ്പം മരിക്കാം, അപ്പൊ അച്ഛാ പ്രാർത്ഥിക്കാം. അപ്പൊ ഇങ്ങനെ സാധാരണ ശനിയാഴ്ച 100,000 പേരേ ഉള്ളു പള്ളിയിൽ ആ സമയത്ത്. അപ്പൊ ആരാധന സമയത്ത് ഇവർ പള്ളിക്കകത്ത് കയറി പ്രാർത്ഥന തുടങ്ങി. അപ്പൊ ഈശോയ്ക്ക് പാഴ്ച എനിക്ക് ഈശോ പെട്ടെന്ന് ഇങ്ങനെ കാണാം, അതായത് ഇങ്ങനെ ചുമന്ന് മേലെങ്കിൽ ഇട്ട് ഈശോ ഈ ഹോസ്പിറ്റലിൽ മുറിയിച്ചിട്ട് ഈ കുഞ്ഞിന്റെ മൂക്കിനകത്തുനിന്ന് ഇതിങ്ങനെ വായിക്കി ഈ സാധനം ഇങ്ങനെ ഊരുന്ന് ഞാനിങ്ങനെ കാണുക. പ്രസിലോ ഞാൻ വിളിച്ചു പറഞ്ഞു, ഇപ്പൊ ആണ്ട് ആശുപത്രി കിടക്കയില് മരണത്തോട് മല്ലടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുഞ്ഞിനെ കർത്താവ് ചെന്ന് സുഖപ്പെടുത്തുന്നു എന്ന് പറഞ്ഞു. ഇതിപ്പോ എല്ലാവരും ദൈവത്തെ സ്തുതിച്ച ആ സമയത്ത് പ്രാർത്ഥിച്ചു. ഹല്ലേലൂയ. ഉടനെ കൺവെൻഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും ഈ മനുഷ്യൻ ഓടി എന്റെ അടുത്ത്, അച്ഛാ ഇത് ഞങ്ങളുടെ ഇന്നയാളുടെ കുഞ്ഞാണിത്, എന്നോട് ആൾക്കാരെ പറഞ്ഞു ഇവിടെ ഒന്ന് പ്രാർത്ഥിക്കാൻ പറഞ്ഞിട്ട് അച്ഛനെ കിട്ടി ദർശനം കറക്റ്റാ, അച്ഛൻ ഇവിടെ പറഞ്ഞ സമയമില്ലേ 1 മണി സമയം, ആ സമയത്ത് അവിടെ അത്ഭുതം നടന്ന് മരിക്കാൻ പോകുന്ന കൊച്ചിന് ഇതാ കർത്താവ് പിടിച്ചെഴുന്നേൽപ്പിച്ച ജീവൻ തിരിച്ചു കിട്ടി, കംപ്ലീറ്റ് തിരിച്ചു കിട്ടിയോ. അതായത് ഞാൻ പഠിച്ചൊരു കാര്യമുണ്ട്, നമ്മുടെ ഈശോയ്ക്ക് അസാധ്യമായിട്ട് ഒന്നുമില്ല. വിശ്വാസമുണ്ടോ? നല്ല വിശ്വാസമുള്ളവർ മാത്രം കൈവയ്ക്കാൻ മതി. പ്രൈസലോ, ആമേൻ. ഒറ്റ വിളി, യേശുവേ, യേശുവേ, ആമേൻ. പ്രൈസലോ. നമ്മൾ വലിയ ആരാധനയിലേക്ക് വരാൻ പോവാണ്. കർത്താവിന് നന്ദി പറയാം. 1-2 അറിയിപ്പുകൾ നൽകാൻ പോവാ.